I V U they he sheet. 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 Hi dear friends, nice to meet all of you once again. You're all wholeheartedly welcome to English True Track. Yes, today Sir has come here in front of you with a new class video as the continuation of our previous class. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പ്ലേലിസ്റ്റ് ഇനിയും സേവ് ചെയ്യാൻ ബാക്കിയുണ്ടോ? എങ്കിൽ ഉടനെ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് ആ ക്ലാസ് കണ്ടുവരൂ. അതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. നോ ടൈം ടു വേസ്റ്റ് ആൻഡ് നോ ടൈം ടു ഡിലേ. ഡു ഇറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്. ബിക്കോസ് നിങ്ങൾ ഇംഗ്ലീഷുമായി കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. നിങ്ങൾ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഇനി അങ്ങനെ കൂടുതൽ അടുക്കുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങളുടെ സ്വന്തമാകും. അപ്പോഴെല്ലാവരും പ്രോനൗൺ ബേസ്ഡ് അല്ലെങ്കിൽ പ്രോനൗൺസ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ പ്രാക്ടീസ് ക്ലാസിന്റെ വീഡിയോയിലേക്കാണ് വരുന്നത്. തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ് ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും അല്ലേ? ആരോ പറയുന്നുണ്ടല്ലോ, മാഷെ ഒന്ന് കഴിഞ്ഞ ക്ലാസ് ഓർമ്മിപ്പിക്കുമോ? Definitely dears, that will give you revision effect. ശരിയാണ്. റിവൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലോ ഉണ്ട്. അതിന് തീർച്ചയായിട്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കുക, ഈ പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളെല്ലാം പ്രോനൗൺ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഏതൊക്കെയാണ് പ്രോനൗൺസ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്ലൂരൽ പ്രോനൗൺസ് ഏതൊക്കെയാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിംഗുലർ പ്രോനൗൺസ് ഏതൊക്കെയാണെന്നും അവയുടെ അർത്ഥങ്ങളും അവയുടെ ശരിയായ ഉച്ചാരണങ്ങളും അവ ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം പ്ലൂരൽ പ്രോനൗൺസും സിംഗുലർ പ്രോനൗൺസും ഒന്നിച്ചെടുത്തുകൊണ്ട് അവയുടെ വിവിധ കേസസ് അഥവാ ഫോംസ് അഥവാ രൂപങ്ങൾ തന്നിട്ടുണ്ട്. ആ വിവിധ രൂപങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെന്റൻസുകൾ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോനൗൺസിന്റെ പ്രാക്ടീസ് ക്ലാസ് ലഭിച്ചിരിക്കുന്നു. പ്രാക്ടീസിനെ രണ്ടായി ഡിവൈഡ് ചെയ്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എല്ലാ പ്രോനൗൺസും സെയിം സെന്റൻസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന രീതി, ഓൾ ഇൻ ദ സെയിം സെന്റൻസ് പ്രാക്ടീസും. അതുപോലെ തന്നെ മലയാളത്തിലുള്ള വാക്കുകളും വാചകങ്ങളും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് പരിശീലിക്കുന്ന പ്രോനൗൺസിന്റെ രണ്ടാമത്തെ പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. ഈ രണ്ട് പ്രാക്ടീസുകളിലെ ഒന്നാമത്തെ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കോൺവെർസേഷൻസ് തുടങ്ങിത്തന്നത്. ഇന്നത്തെ ക്ലാസ് പ്രാക്ടീസിൽ കടന്നു വരുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺവെർസേഷൻ മേക്കിംഗ് കോൺവെർസേഷൻ ആണ്, അല്ലെങ്കിൽ കോൺവെർസേഷൻ റൈറ്റിംഗ് ആണ്, ഡയലോഗ് കംപ്ലഷൻ ആണ്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? നല്ല ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡ് സ്ക്രീനിൽ വന്നു കഴിഞ്ഞു. അതാ എത്ര മനോഹരമായിട്ടാണ് പ്രോനൗൺസ് വരുന്നത് അല്ലേ? എനിക്ക് നേരത്തെ ഈ ക്ലാസ്സുകൾ വാച്ച് ചെയ്ത് ചില കുട്ടികളിൽ നിന്ന് കിട്ടിയ നല്ല നല്ല കോമെന്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അതിലൊരു കുട്ടി പറഞ്ഞത്, സർ ഇപ്പോൾ പ്രോനൗൺസ് ഒക്കെ നമ്മൾ മൂളിപ്പാട്ട് പോലെ കൊണ്ട് നടക്കുന്നുണ്ട് സർ. പ്രോനൗൺസിൽ മൂളിപ്പാട്ട് പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി, പ്രോനൗൺസ് അവരുടെ മൂളിപ്പാട്ടിലേക്ക് കടന്നു വന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൂളിപ്പാട്ടിലെ പ്രോനൗൺസ് ഐ വി യു ദേ ഹി ഷീറ്റ്, ഐ വി യു ദേ ഹി ഷീറ്റ്, ഐ വി യു ദേ ഹി ഷീറ്റ്, ഐ വി യു ദേ ഹി ഷീറ്റ്. ശരിയല്ലേ? ഐ വി ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ്, യു സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ, ദേ ഹി ഷീ ഇറ്റ് തേർഡ് പേഴ്സൺ പ്രോനൗൺസ്. ഏത് കുട്ടിക്കാണ് ഇത് മനസ്സിലാവാതെ വരിക? അവരുടെ സ്വന്തമാവുകയാണ്. സ്വാഭാവികമായിട്ടും ഐ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കേസസ് അവരുടെ മനസ്സിലേക്ക് വരുന്നു. ഐ, മൈ, വി, വി, അവർ, അസ്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടും ഒരുപാട് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ
യൂട്യൂബ് വീഡിയോസൊക്കെ കിട്ടിയിട്ടും ഇത്രയും എളുപ്പത്തിൽ മനസ്സിൻ്റെ മെമ്മറി യൂണിറ്റിലേക്ക് കയറാൻ സഹായിച്ച ഒരു വീഡിയോ ആണ് എന്ന അർത്ഥത്തിൽ കൊച്ചു കുട്ടികൾ, ചില കുട്ടികളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് എത്രമാത്രം അന്വർത്ഥമാണെന്ന് വ്യക്തമാണ്. എന്താ? റിസൾട്ട് ഓറിയന്റഡ് ആണ്. റിസൾട്ട് ഓറിയന്റഡ് ഇംഗ്ലീഷ് ഇമ്പാക്റ്റ്. അപ്പോൾ ആ വർദ്ധിച്ച സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ക്ലാസ് തുടരുന്നത്. സെക്കൻഡ് സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺവെർസേഷൻ. ഹൗ ടു മേക്ക് എ ഡയലോഗ്, ഹൗ ടു റൈറ്റ് എ കോൺവെർസേഷൻ ബേസ്ഡ് ഓൺ എ ഫ്യൂ സെന്റൻസസ്. എന്താണ് രണ്ടാമത്തെ പ്രാക്ടീസിൽ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ? അതിതാണ്. ഞാൻ പറഞ്ഞു 3 വ്യക്തികളെ അവരുടെ കൃത്യമായ പൊസിഷൻസ് കാണിച്ചുകൊണ്ട് ബോഡി ലാംഗ്വേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷീ ആസ്ക്ഡ് മീ about his business because she doesn't know him, and I told her about his business because I know him. 2 സെന്റൻസുകളാണ്. അടുത്ത നമ്മുടെ ടാസ്ക് എന്താണ്? ഈ 2 സെന്റൻസുകളെ നമ്മൾ ഡയലോഗാക്കി മാറ്റുന്നു, കോൺവെർസേഷനാക്കി മാറ്റുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരുന്നു, ഹെൽപ്പിംഗ് വേർബ് വരുന്നു, സബ്ജക്റ്റ് വരുന്നു, വേർബ് വരുന്നു, ആവശ്യമായ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ ഫ്രെയിം ക്വസ്റ്റ്യനായി അല്ലെങ്കിൽ ചോദ്യവാചകമായി. ക്വസ്റ്റ്യൻ സെന്റൻസ് ഈസ് ഫ്രെയിംഡ്. അതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായി WH ക്വസ്റ്റ്യൻ വേർഡ്സിനെ സംബന്ധിച്ച് പരിശീലിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പ്രോനൗൺ ബേസ്ഡ് ഡയലോഗാണ്. തുടങ്ങാം. എല്ലാവരും റെഡിയാണ്? ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഷീ ആസ്ക്ഡ് മീ. ചോദ്യം നിങ്ങളെ മനസ്സിൽ വന്നു അല്ലേ? ഷീ ആസ്ക്ഡ് മീ എന്നത് ഉത്തരം കിട്ടാൻ വേണ്ടി എന്ത് ചോദ്യം ചോദിച്ചാൽ മതി? ഷീ ഒരു വ്യക്തിയല്ലേ, അപ്പൊ ഹൂ ആസ്ക്ഡ് യു. ആരാ നിങ്ങളോട് ചോദിച്ചേ? ഹൂ ആസ്ക്ഡ് യു. നമ്മൾ സാധാരണ സംഭാഷണത്തൊക്കെ ഉൾപ്പെടുത്താറില്ലേ? ആക്ച്വലി ഹൂ ആസ്ക്ഡ് യു, ഹൂ ടോൾഡ് യു. അതൊക്കെ ഇന്ററാക്ഷൻസിന് വരുന്ന സിമ്പിൾ സെന്റൻസുകളാണ്. ഇവിടെ നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നു എങ്ങനെ ഈ വാചകങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം, എന്നിട്ട് ഈ വാചകങ്ങളിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താം. ഹൂ ആസ്ക്ഡ് യു? ഷീ ആസ്ക്ഡ് മീ. രണ്ടാമത്തെ ചോദ്യം, ടു ഹൂം ഷീ ആസ്ക്ഡ്. ഓബ്ജക്റ്റ് ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ചൂടെ? ടു ഹൂം, ആരോടാ? ഷീ ആസ്ക്ഡ്. ഷീ ആസ്ക്ഡ് ടു മീ മീൻസ് ഷീ ആസ്ക്ഡ് മീ, എന്നോട് ചോദിച്ചു. അടുത്ത സെന്റൻസ് ആണ് ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ്. അബൌട്ട് ഹിസ് ബിസിനസ് ചോദ്യം ഡയലോഗിൽ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വന്നു അല്ലേ? അതാ ചില കുട്ടികൾ പറയാൻ ശ്രമിക്കുന്നു. എന്താണ്? കേൾക്കുന്നില്ല. കുറച്ചുകൂടെ ഉച്ചത്തില് എന്താണ്? എബൌട്ട് ഹും എന്നാണോ? അങ്ങനെ ചോദിക്കാം. എബൌട്ട് ഹും, ആരെ കുറിച്ച് തന്നെ. ഓക്കെ, അങ്ങനെ തുടങ്ങാം. പക്ഷെ അതിനു മുമ്പേ മാഷെ ഇങ്ങനെ ഒന്ന് തുടങ്ങിക്കൂടെ എന്ന് പറയുന്നു. ഇതില്ല കുറച്ചുകൂടി എളുപ്പം. എന്ത്? വാട്ട്, എന്ത്. വാട്ട് ഡിഡ് ഷീ ആസ്ക് ടു യു? വാട്ട് ഡിഡ് ഷീ ആസ്ക് ടു യു? താങ്കളോട് അവൾ എന്താണ് ചോദിച്ചത്? ആൻസർ ഇസ് വെരി ക്ലിയർ. ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ്. സോ വാട്ട് ഈസ് ദ ആൻസർ? അബൌട്ട് ഹിസ് ബിസിനസ്. ഇതെല്ലാം റീഡിംഗ് കോംപ്രിഹെൻഷന് ചോദിക്കുന്ന സിമ്പിളായിട്ട്. പാസേജിനകത്ത് സെന്റൻസുകൾ ഉണ്ടാവും. ഇതുപോലെ സെന്റൻസ് വാട്ട് ഡിഡ് ഷീ ആസ്ക് ടു യു? ഉത്തരം ക്ലിയർ അല്ലേ? ചില കുട്ടികൾ തോന്നും അബൌട്ട് ഹിസ് ബിസിനസ്. ഫുൾ സെന്റൻസ് എഴുതാതെ അബൌട്ട് ഹിസ് ബിസിനസ്. ചിലപ്പോൾ അത് ശരിയായിരിക്കും. കാരണം ഓപ്ഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻസർ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അബൌട്ട് ഹിസ് ബിസിനസ് എന്നുണ്ടെങ്കിൽ അത് എടുത്തിടാം. പക്ഷേ ആൻസർ സെന്റൻസ് തന്നെ എഴുതേണ്ടി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മീനിങ് ഫുൾ സെന്റൻസ് ആണ്. ചോദ്യത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ഉത്തരം പൂർത്തീകരിക്കാൻ പറ്റും. ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ്.
വെരി ക്ലിയർ. ഡയലോഗ് കംപ്ലീഷൻ ആവട്ടെ, കോൺവെർസേഷൻ റൈറ്റിംഗ് ആകട്ടെ, കൃത്യമായി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ ഒരു കുട്ടി ചോദിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എബൌട്ട് വാട്ട്, എങ്ങനെ ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാൻ ശ്രമിച്ചത് എബൌട്ട് വാട്ട്. എബൌട്ട് വാട്ട് എന്നതിൽ നമുക്ക് ചോദ്യം തുടങ്ങാൻ പറ്റുമോ? സാധാരണ ഈ കോൺവെർസേഷണൽ ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയുണ്ട് എബൌട്ട് വാട്ട്. പക്ഷെ നമ്മൾ റിട്ടൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ എബൌട്ട് വാട്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത്, അങ്ങനെ ചോദിച്ചു തുടങ്ങുന്നതിനേക്കാൾ നല്ലത് വാട്ട് ഡിഡ് ഷീ ആസ്ക് എബൌട്ട് അങ്ങനെ ചോദിക്കാം. വാട്ട് ഡിഡ് ഷീ ആസ്ക് ടു യു എബൌട്ട്, ഓർ വാട്ട് ഡിഡ് ഷീ ആസ്ക് എബൌട്ട്. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്ലിയറായി. നമുക്ക് ഒരു ഓർഡിനറി കോൺവെർസേഷനിൽ വേണമെങ്കിൽ സൗണ്ട് മോഡുലേഷനിലൂടെയൊക്കെ എബൌട്ട് വാട്ട്, എബൌട്ട് ഹോം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, റിട്ടൺ ഇംഗ്ലീഷ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസ് എന്ന് പറഞ്ഞ് അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഈ രൂപത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. വാട്ട് ഡിഡ് ഷീ ആസ്ക് എബൌട്ട്? ആൻസർ ഈസ് വെരി ക്ലിയർ. ഷീ ആസ്ക്ഡ് about his business. Full sentence വന്ന് she asked to me about his business. ഈ രൂപത്തിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. ഇനി ആ എക്സാമ്പിൾ സെന്റൻസ് പൂർണ്ണമായിട്ടും ഒന്നുകൂടെ ഓർത്തു നോക്കൂ. She asked me about his business because she knows him. അത് ഫുൾ സെന്റൻസ് എടുത്തുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം ചോദ്യങ്ങളും കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ഒരു ചോദ്യം ഉണ്ടാക്കി നോക്കി. വൈ ഡിഡ് ഷീ ആസ്ക് യു അബൌട്ട് ഹിസ് ബിസിനസ്? ആൻസർ ഈസ് ക്ലിയർ. ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഷീ ഡസൻറ്റ് നോ അബൌട്ട് ഹിം. അതാണ്. അപ്പൊ ഈ രൂപത്തിൽ വേണം ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കി സംഭാഷണം എഴുതുവാൻ. ഇനി രണ്ടാമത്തെ സെന്റൻസ് ശ്രദ്ധിച്ചു നോക്കൂ. ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഐ നോ ഹിം. ഇതിലെങ്ങനെ ഡയലോഗാക്കി മാറ്റുക? ഹൂ ടോൾഡ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐ ടോൾഡ്. ടു ഹൂം ഡിഡ് യു ടെൽ? ആരോടാണ് പറഞ്ഞത്? ഐ ടോൾഡ് ഹെർ. വാട്ട് ഡിഡ് യു ടെൽ ഹെർ? എന്താണ് അവളോട് നിങ്ങൾ പറഞ്ഞത്? ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ്. അവൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ അവളോട് പറഞ്ഞത്. വൈ ഡിഡ് യു ടെൽ ഹെർ അബൌട്ട് ഹിസ് ബിസിനസ്? എന്തുകൊണ്ടാണ് അവളോട് അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്? ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഐ നോ ഹിം. ഐ നോ അബൌട്ട് ഹിസ് ബിസിനസ്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് ഹെർ. വളരെ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ദേ ആർ വെരി ക്ലിയർ. വൈ ഡിഡ് ഷീ ആസ്ക് to you about his business? She asked me about his business because she doesn't know him. She doesn't know him. Why did you tell her about his business? I told her about his business because I know him. In this way, you can make dialogues. You can write conversations. You can complete the incomplete dialogues given in the question paper. Yes, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയലോഗ് കംപ്ലഷൻ, അതുപോലെ തന്നെ റൈറ്റിംഗ് കോൺവെർസേഷൻ ഓർ കോൺവെർസേഷൻ റൈറ്റിംഗ്, ഫ്രെയിം ക്വസ്റ്റ്യൻസ്, കോംപ്രിഹെൻഷൻ അഥവാ പാസേജ് കോംപ്രിഹെൻഷൻ അഥവാ റീഡിംഗ് കോംപ്രിഹെൻഷൻ, പിന്നെ ഡയലോഗ് ബേസ്ഡ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും. ഈ പ്രോനൗൺ ബേസ്ഡ് ഡയലോഗിനെ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചാക്കി മാറ്റുക സർ? സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? ഷീ സെഡ് ടു മീ, കോമ, ഇൻവേർട്ടഡ് കോമ, ക്യാൻ യു ടെൽ മീ അബൌട്ട് ഹിസ് ബിസിനസ്? ക്വസ്റ്റ്യൻ മാർക്ക്, കൊട്ടേഷൻ ക്ലോസ്ഡ്. എങ്ങനെയാണ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുക? ഷീ ആസ്ക്ഡ്, the question is an answer. She asked me whether, ഇവിടെ ക്യാനിൽ തുടങ്ങുന്നത് whether or if എന്ന കണക്റ്റീവ് വേർഡ് കൊടുക്കുന്നത്. whether I could tell her about his business. Full stop.
ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിന്നേ കിട്ടുകയുള്ളൂ. തീർച്ചയായും ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് ക്ലാസ്സുകളിലൂടെ സിസ്റ്റമാറ്റിക്കായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോകഭാഷയായ ഇംഗ്ലീഷിൻ്റെ വിവിധ തലങ്ങളിലൂടെ ഡിഫറെൻ്റ് ആസ്പെക്ട്സിലൂടെ ഈ ഭാഷ സ്വന്തമാക്കാൻ പറ്റും. അപ്പം തീർച്ചയായും ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ സംഭാഷണം ക്രമീകരിക്കാം, സംഭാഷണം എങ്ങനെ ഉണ്ടാക്കാം, സംഭാഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എത്ര എളുപ്പം എഴുതാൻ കഴിയും, പറയാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഓർക്കുക, ഈ ക്ലാസ്സുകളൊക്കെ തുടർ ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാൻ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്ത് അതിൽ നിന്ന് ഓരോ ക്ലാസ്സും സെലക്ട് ചെയ്ത് കേൾക്കുക. അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു ഗിഫ്റ്റ് എന്ന രൂപത്തിൽ ഈ ക്ലാസ് ലിങ്ക് അയച്ചു കൊടുക്കും. തീർച്ചയായും ഇംഗ്ലീഷ് സ്വന്തമാക്കുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ സഫലീകരിക്കപ്പെടുക പോവുകയാണ്. തുടർ ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രൊനൗൺസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈവിധ്യതയേർന്ന തികച്ചും വ്യത്യസ്തമായ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ക്ലാസ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.